നമുക്ക് ഫാർമക്കോകൈനറ്റിക്സ് നോക്കാം. ഫാർമക്കോകൈനറ്റിക്സിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ആദ്യം വരുന്നുണ്ട്. പ്ലാസ്മ കോൺസെൻട്രേഷൻ ടൈം പ്രൊഫൈലും അതിൽ കുറച്ച് ബേസിക് ടേംസ് വരുന്നുണ്ട്. നമ്മൾ അബ്സോർപ്ഷന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ വെലോസിറ്റി അറ്റ് വിച്ച് എ റിയാക്ഷൻ ഹാപ്പൻസ്. ഒരു റിയാക്ഷന്റെ വെലോസിറ്റി ആണ് എന്ത് പറയുന്നത്? റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാനർ ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഈ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത്? റേറ്റ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കൺസിഡർ the reaction drug A. Drug A is converting to drug B. ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡി എ ബൈ ഡി ടി. മൈനസ് എന്ന് പറയുന്നത് എന്താണ്? സോ ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ കുറയുകയാണ് അല്ലെ. സോ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബൈ ഡി ടി. ഇത് കോൺസെൻട്രേഷൻ ടേമിൽ എങ്ങനെ എഴുതാം? ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ സി റേസ് ടു എൻ. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, എൻ ആണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. സോ ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ സി എൻ. ഇതാണ് ബേസിക് എക്സ്പ്രഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡറും സീറോ ഓർഡർ ഒക്കെ പറയുന്നത്. ദെൻ ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഈ എൻ എന്ന് പറയുന്ന ടേം ഓർഡർ ഓഫ് റിയാക്ഷൻ. നമുക്ക് സീറോ ഓർഡർ കൈനറ്റിക്സ് നോക്കാം. സീറോ ഓർഡർ കൈനറ്റിക്സ് ഓർ കോൺസ്റ്റന്റ് റേറ്റ് പ്രോസസ്. ഇവിടെ ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ പറയുക? മൈനസ് കെ സീറോ. സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ് അല്ലെ. സോ കെ സീറോ ഈ ടേമും സീറോ ആകും. മൈനസ് കെ സീറോ സി റേസ് ടു സീറോ എന്ന് വരും. സോ ഈ ടേം 1 ആകും. ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ സീറോ എന്ന് വരും. സോ ഇവിടെ ഡി സി ഈസ് ഈക്വൽ ടു മൈനസ് കെ സീറോ ഡി ടി എന്ന് വരും. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡി സി ഈസ് ഈക്വൽ ടു മൈനസ് കെ സീറോ ഡി ടി എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി ഈസ് ഈക്വൽ ടു സി സീറോ മൈനസ് കെ സീറോ ടി എന്ന് വരും. ഇതാണ് സീറോ ഓർഡർ കൈനറ്റിക്സിന്റെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സി ഈസ് ഈക്വൽ ടു സി സീറോ മൈനസ് കെ സീറോ ടി. ഇമ്പോർട്ടന്റ് ആണ്. സി ഈസ് ഈക്വൽ ടു സി സീറോ മൈനസ് കെ സീറോ ടി. സോ സീറോ ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. എന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ സീറോ ഓർഡർ കൈനറ്റിക്സ് അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ് ഏതൊക്കെയാ? കാരിയർ മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ഒക്കെ വരുമ്പോൾ അതെന്താണ്? സാച്ചുറേറ്റഡ് ആവും അല്ലെ. കാരിയേഴ്സ് കുറച്ച് കഴിയുമ്പോൾ സാച്ചുറേറ്റഡ് ആവും. സോ അങ്ങനെയുള്ള പ്രോസസ്. ദെൻ ഐ വി ഇൻഫ്യൂഷന്റെ കേസിൽ അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് കൺട്രോൾ റിലീസ് ഡ്രഗ്സിന്റെ ഒക്കെ കേസിലാണ് സീറോ ഓർഡർ കൈനറ്റിക്സ് വരുന്നത്. ദെൻ സീറോ ഓർഡർ കൈനറ്റിക്സിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് T half is equal to C0 by 2 K0 or 0.5 C0 by K0. ഇവിടെ നോക്ക്, നമ്മൾ പറഞ്ഞു സീറോ ഓർഡർ കൈനറ്റിക്സ് എന്താണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ സീറോ ഓർഡർ കൈനറ്റിക്സിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഡിപെൻഡ്സ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ടി ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ, ഡ്രഗിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇവിടെ ടി ഹാഫ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ദെൻ റേറ്റിനെ എങ്ങനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്? റേറ്റ് കേസിലോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ ടി ഹാഫ് കുറവായിരിക്കും. ഇത് ഇൻവേഴ്സ്ലി ആയിരിക്കും അല്ലെ. ടി ഹാഫ് സീക്വൽ ടു 0.5 C0 by K0 എന്നാ. സോ ഇത് റേറ്റ് ഓഫ് ദ റിയാക്ഷനുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനിഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് സീറോ ഓർഡർ കൈനറ്റിക്സിന്റെ ഹാഫ് ലൈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് ഓർക്കുക. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൈനറ്റിക്സ് ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ ഈ എൻ എന്ന് പറയുന്ന ടേം 1 ആകും. സോ ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ സി റേസ് ടു 1 എന്ന് വരും അല്ലെ. സോ ഡി സി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ സി. അത് റീഅറേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി ഈസ് ഈക്വൽ ടു സി സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് വരും. ഇത് ഓർക്കുക. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ കേസിൽ സി ഈസ് ഈക്വൽ ടു സി സീറോ ഇ റേസ് ടു മൈനസ് കെ ടി. സീറോ ഓർഡറിന്റെ കേസിൽ സി ഈസ് ഈക്വൽ ടു സി സീറോ മൈനസ് കെ സീറോ ടി. സോ ഇനി ഇതിന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് 0.693 ബൈ കെ. ഇവിടെ നോക്കി, ഇവിടെ കോൺസെൻട്രേഷൻ ടൈം ഇല്ല അല്ലെ. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഡയറക്ട്ലി ഡിപെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗിനെ ഡിപെൻഡ് ചെയ്തിരിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ ടി ഹാഫിൽ കോൺസെൻട്രേഷൻ ടൈം ഇല്ല. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് അണ്ടർഗോ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള എല്ലാ ഫാർമക്കോകൈനറ്റിക് പ്രോസസ്സും അണ്ടർഗോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എലിമിനേഷൻ എല്ലാം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞെന്താണ്? സീറോ ഓർഡർ കൈനറ്റിക്സിൽ സി ഈക്വൽ ടു സി സീറോ മൈനസ് കെ സീറോ ടി. ടി ഹാഫ് വരുന്നത് 0.5 C0 ബൈ K0. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ സി ഈസ് ഈക്വൽ ടു സി സീറോ ഇ റേസ് ടു മൈനസ് കെ ടി. Then T half is equal to 0.693 by K. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ്. മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു നോൺ ലീനിയർ കൈനറ്റിക്സ് അല്ലെങ്കിൽ ഡോസ് ഡിപെൻഡന്റ് കൈനറ്റിക്സ് എന്ന് പറയും. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഈസ്
ലീനിയർ കൈനറ്റിക്സ്. മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് കാണിക്കും. ഒരു സാച്ചുറേഷൻ ലെവലൊക്കെ എത്തിക്കഴിയുമ്പോൾ സീറോ ഓർഡർ കൈനറ്റിക്സ് കാണിക്കും. മിക്സ്ഡ് ആയിരിക്കും. സോ ഇറ്റ് ഇസ് നോൺ മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ്. ദെൻ an എക്സാമ്പിൾ ആണ് അബ്സോർഷൻ. മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ് കാണിക്കുന്ന അബ്സോർഷൻ പ്രോസസ്സിന് എക്സാമ്പിൾ കാണിക്കുന്നതാണ് വൈറ്റമിൻ സി. സോ ഈ മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഡ്രഗിന് എക്സാമ്പിൾ ആണ് നാപ്രോക്സൻ. എലിമിനേഷൻ മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സിൽ നടക്കുന്നതിന് എക്സാമ്പിൾ ആണ് റൈബോഫ്ലേവിൻ. അബ്സോർഷൻ വൈറ്റമിൻ ഡി സി എന്താണ് വൈറ്റമിൻ സിയുടെ അബ്സോർഷൻ മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സിലാണ് നടക്കുന്നത്. നാപ്രോക്സന്റെ ഡിസ്ട്രിബ്യൂഷൻ മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സിലാണ്. റൈബോഫ്ലേവിന്റെ എലിമിനേഷൻ എന്ന് പറയുന്നത് മിക്സ്ഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്.